2 ജൂനിയർ ഗസ്റ്റുകളാണ് വരാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ അമൃത ടിവിയുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ അതില് ബെസ്റ്റ് കിഡ്സ് വ്ളോഗർ കാറ്റഗറിയിലാണ് ഇവർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. കറക്റ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചു നോക്കാം. ഓക്കെ, അവരുടെ ചാനലിന്റെ പേര് ടിയ ആൻഡ് അദ്വിക്. ചേച്ചിയും അനിയനുമാണ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ടിയ ആൻഡ് അദ്വിക്. അപ്പൊ ഇതാണ് ടിയ, ഇതാണ് അദ്വിക്. നമ്മുടെ അമൃത ടിവിയുടെ ഞാൻ തിരിച്ചു വിചാരിച്ചു സാർ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിലെ അമൃത ടിവിയുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിലെ വ്ളോഗർ കാറ്റഗറിയിൽ ഇവർക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ഇപ്പോ 4.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി, നിയറിംഗ് 5 മില്യൺ എന്താണ് നിങ്ങളുടെ കണ്ടന്റ്? ഞാൻ കൂടുതൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അൺബോക്സിംഗ്, ട്രാവലിംഗ്, കുറെ ഫൺ അൺബോക്സിംഗ് ടോയ്സ് എന്താണ്? എന്തും അൺബോക്സിംഗ് നല്ല വെറൈറ്റി ചോക്ലേറ്റ്സ്, ടോയ്സ് എല്ലാം വെറൈറ്റി ആയിട്ട് തോന്നുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ അൺബോക്സ് ചെയ്യാം. ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നത്? അദ്വിക്കിന്റെ റോൾ എന്താണ്? അദ്വിക്ക് ചോക്ലേറ്റ് അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ കഴിക്കും ചോക്ലേറ്റ്. നല്ലൊരു റോളാണ്. ഇനി തൊട്ട് അദ്വിക്കിന്റെ റോള് ഞാൻ ഏറ്റെടുക്കും. ഞാനും മരിക്കും എന്നാലും ഞാൻ. അല്ല, അദ്വിക് പറ, എന്താണ് ചേച്ചിയുടെ വ്ളോഗില് അദ്വിക് എന്തൊക്കെയാ ചെയ്യാറ്? ഞാൻ അൺബോക്സ് ചെയ്യാ, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ കൂടുതൽ മക്കള് തിന്നുമല്ലേ മോനെ? എന്താ അൺബോക്സ് ചെയ്യാൻ മാത്രമൊക്കെ. മോൻ ഏതിലാ പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലാ? 5th. മോളോ? ഞാൻ 8th. ഓ, ഈ 8th പഠിക്കുന്ന കുട്ടിയാണ് ഇത്രയും മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാക്കിയത്. മൈൻഡ് ബ്ലോയിങ്. പാരന്റ്സ് എന്താ ചെയ്യണേ? അഡ്വക്കേറ്റ് ആണ്, പ്രൊഫഷണലി ഇൻടു അഡ്വക്കേറ്റ് ആൻഡ് ഫാമിലി ഒക്കെ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഹൈക്കോർട്ടിലാണോ പ്രാക്ടീസ് ചെയ്യുന്ന? ഹൈക്കോർട്ടിലും പാലക്കാട് ബാറിലും മെമ്പറാണ്. ഹൗസ് വൈഫ് ആണോ അതോ ബിസിനസ് ഹെൽപ്പ്? ടിയ ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ, ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യോ? ഓക്കെ, എനിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാം ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തിനൊക്കെയാണ് കിട്ടിയത് മോളെ? ആക്ച്വലി 10 years ബിലോയില് ആദ്യത്തെ 1 മില്യൺ യൂട്യൂബില് കിട്ടിയതിനാണ് ഈ റെക്കോർഡ്സ് എല്ലാം. വെരി നൈസ്. അപ്പൊ ഈ സ്കൂൾ ടൈമിന്റെ ഇടയിലൊക്കെ ഈ വ്ളോഗിനൊക്കെ എങ്ങനെ സമയം കിട്ടുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് എടുക്കാറുണ്ട്. ബസ് വയ്യാൻ വൈകുമല്ലോ, അപ്പൊ ഒരു വ്ളോഗ് എടുത്തേക്കാം. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോ സാറ്റർഡേ സൺഡേസ് ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. വെരി നൈസ്. അദ്വിക്കിനോ സമയം കിട്ടാറുണ്ടോ? പഠിക്കാനുണ്ടോ? കൊറേ സമയമുണ്ട്. അപ്പൊ ഹോംവർക്ക് ഒക്കെ എപ്പോഴാ ചെയ്യുന്നേ? ഒരു 5 o'clock 4 o'clock ചെയ്യും. ഓക്കെ, ടിയ വേറെ എന്തൊക്കെ ടാലന്റ്സ് ആണ് ഉള്ളത്? ഞാൻ കൂടുതൽ വീഡിയോസ് ഒക്കെയാണ് എടുക്കാറ്. എനിക്ക് കുറെ മാജിക് ചെയ്യാൻ ഇഷ്ടമാണ്, എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. എന്റെ ഫസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് സയന്റിസ്റ്റ് ആവണം എന്നായിരുന്നു. എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ? അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളെല്ലാരും അത് കാണും. And once again congratulations, best kids vlogger award കിട്ടിയതില്. And proud parents ആണ്. അപ്പൊ ഇവർ ഇനിയും സപ്പോർട്ട് ചെയ്യാ കുട്ടികളെ. താങ്ക് യു സോ മച്ച്. ഡിജിറ്റൽ മീഡിയ, അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ്, ബെസ്റ്റ് കിഡ് വ്ളോഗർ അവാർഡ് കിട്ടിയതിൽ താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ജഡ്ജസിന്റെ ഫ്രണ്ടിൽ നിൽക്കാന്ന് പറഞ്ഞത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. എനിക്കൊന്നും മാത്രമല്ല, ഞങ്ങളുടെ എൻറ്റയർ ഫാമിലിക്ക് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ അമൃത ചാനൽ. താങ്ക് യു എവ്രി വൺ. താങ്ക് യു. ഓക്കെ, പക്ഷെ അങ്ങനെ വിടുന്നില്ല, നമ്മുടെ കൂടെ എപ്പിസോഡ് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ